ശ്രീ സർ നമസ്കാരം. നമസ്കാരം. ഗാന്ധി വധത്തിന് പിന്നിൽ RSS ആണെന്നാണ് ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതേ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് സന്ദീപ് ജി വാര്യർ. നേരത്തെ അദ്ദേഹം BJP കാരനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങ് പറയുന്നത് ഗാന്ധി ഒരു സൂപ്പർ ഹ്യൂമൺ അല്ല, അദ്ദേഹം വെറും ഒരു കിങ് മേക്കർ ആണെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഒപ്പം ഗാന്ധിയെ RSS ആണ് കൊന്നത് എന്നൊരു കാര്യത്തിനോട് സാർ അതിനെങ്ങനെയാണ് സാറ് കാണുന്നത്? ഗൗതം, രണ്ട് വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഗാന്ധി ഒരു കിങ് മേക്കർ ആണ്, കിങ് അല്ല, അല്ലെങ്കിൽ കിങ് മേക്കർ ആണ്, ഒരു സൂപ്പർ ഹ്യൂമൻ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തന്നെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഓൾമോസ്റ്റ് സിംഗിൾ ഹാൻഡഡ്ലി ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമായിട്ട് ഉണ്ടായിരിക്കുന്നതുമാണ്. കാരണം നമുക്കറിയാം എങ്ങനെയാണ് സിലബസ് ഒക്കെ തന്നെ നിശ്ചയിക്കപ്പെടുക, എങ്ങനെയാണ് അതിലേക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക എന്നത്. ഞാൻ കാണുന്ന ഇതിലെ ഏറ്റവും വലിയ അപകടം രണ്ട് തരത്തിലാണ്. ഒന്ന്, അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റ് കുറേയധികം സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന ഒരു ഗ്രോസ് ഇൻജസ്റ്റിസ് ആണ്, അങ്ങേയറ്റത്തെ ഒരു അപമര്യാദയാണ്. ഒരാൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്, അദ്ദേഹമാണ് ഓൾമോസ്റ്റ് സിംഗിൾ ഹാൻഡഡ്ലി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. സായുധ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് 25,000-26,000 ആൾക്കാർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം എന്ന രീതിയിലത്തേക്ക് പറയുന്നത് ഒരു അനീതിയാണ് എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോക്കൂ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നു. അതിൽ അഹിംസ എന്ന് പറയുന്നതിൻ്റെ ഒരു ധാര മാത്രമാണ്. സായുധ സമരം എന്ന് പറയുന്നത് അതേപോലെ തുല്യ പ്രാധാന്യമുള്ള രണ്ടാമതൊരു ധാരയായിരുന്നു. അതിനെ വളരെ സ്ട്രക്ചേർഡായിട്ട് കൊണ്ടുപോയിരുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള നേതാക്കന്മാരായിരുന്നുവെങ്കിൽ, അൺസ്ട്രക്ചേർഡായിട്ട് ആണെങ്കിൽ പോലും അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ ചന്ദ്രശേഖർ ആസാദിനെ അറിയുന്നത്, അതല്ലെങ്കിൽ ഭഗത് സിംഗിനെ അറിയുന്നത്, അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെ നമ്മൾ അറിയുന്നത്. കാരണം അവരുടേതൊരു ഷോർട്ട് ടൈം പ്ലാൻ ആയിരുന്നു, ഒരു ലോങ് ടൈം സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കും തുല്യ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലോകത്തിൽ ഒരുപക്ഷെ ഒരു രാജ്യത്തും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് ഒരു വ്യക്തിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം ഔദ്യോഗികമായിട്ടുണ്ടാകുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടേതുപോലെ വളരെ വലിയ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനതയെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് കേവലം ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മയെ ചലിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കന്മാരാണ്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഉണ്ടാകും, സെക്കൻഡ് ലെയർ ഉണ്ടാകും, തേർഡ് ലെയർ ഉണ്ടാകും, അങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ അപകടം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഇതിൻ്റെ അപകടം എന്ന് ഞാൻ കാണുന്നത്, ഈ എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ നൽകുന്നതിന് പകരം ഒരു വ്യക്തിയാണിത് ചെയ്തത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കിയതിലാണ് ഞാൻ ഈ അപകടം കാണുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ചരിത്രം ആൾക്കാർ പ്രാഥമികമായിട്ട് പഠിക്കുന്നത്, ഒരു 95% ആൾക്കാരെങ്കിലും അത് പഠിക്കുന്നത് സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. അതിനപ്പുറത്തേക്ക് ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റീഡിങ്ങിനോ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നതിനോ ഒന്നും തന്നെ മെനക്കെടുന്ന ആൾക്കാരല്ല ഈ 95%. അപ്പോൾ അതുകൊണ്ട് എലമെൻ്ററി ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കാര്യം ആൾക്കാരെയൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതകാലം മുഴുവനുള്ള നോളജായി മാറും എന്നിടത്താണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഗാന്ധിജിയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് എത്ര വോളിയമുണ്ട്, എത്രത്തോളം സ്പേസ് അത് കൺസ്യൂം ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് എത്രത്തോളം കുറവാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രശേഖർ ആസാദിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും, ബോസിനെ പറ്റി, നെഹ്റുവിനെ പറ്റി എല്ലാം പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ തന്നെ എത്ര അളവിൽ കൊടുത്തിട്ടുണ്ട്, ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ എത്ര അളവിൽ കൊടുത്തിട്ടുണ്ട് എന്നിടത്ത് നിന്ന് ഓൾമോസ്റ്റ് സിംഗിൾ ഹാൻഡഡ്ലി ഒരാൾ ഈ സ്വാതന്ത്ര്യം നേടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിലത്തേക്കുള്ള ഒരു വലിയ പ്രശ്നം അതിലുണ്ട് എന്ന് പറയുന്നത്. രണ്ട്, കിങ് മേക്കറാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് ഇൻസിഡൻറ്റുകൾ വെച്ചിട്ടാണ്. ഒന്ന്, സുഭാഷ് ചന്ദ്രബോസ് 1939 രണ്ടാം വട്ടം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആദ്യത്തെ തവണ അദ്ദേഹം സർവ്വസമ്മതനായിട്ടാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ തവണ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനോട് ഒരു എതിർപ്പ് പറയുന്ന ആൾക്കാരുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അന്ന് മഹാത്മാഗാന്ധി തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ പരാജയപ്പെടുത്തി പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടി മറ്റു പലരെയും അദ്ദേഹം സമീപിച്ചിരുന്നു. അതിലൊന്നാമതായി അദ്ദേഹം സമീപിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. പക്ഷേ നെഹ്റു പിൻവാങ്ങി.
അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൗലാന ആസാദിനെയാണ്. ആസാദും പിൻവാങ്ങി. അവസാനം അദ്ദേഹം കണ്ടുപിടിച്ച കാൻഡിഡേറ്റാണ് പട്ടാഭി സീതാരാമയ്യ. എന്നിട്ട് മഹാത്മാഗാന്ധി നേരിട്ടാണ് പട്ടാഭിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നത്. പട്ടാഭി എൻ്റെ സ്ഥാനാർത്ഥിയാണ്, പട്ടാഭിയിലൂടെ ഞാനാണ് മത്സരിക്കുന്നത് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രചരണം നയിച്ചത്. എന്തുണ്ടായി? സുഭാഷ് ചന്ദ്രബോസ് 200 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയാണ്. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ലൈഫിലെ പീക്ക് എന്ന് പറയുന്നത് ലേറ്റ് 1930s ആണ്. 1940s അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പോലെയുള്ള പരിപാടികളുമായി വന്നെങ്കിലും അതൊന്നും തന്നെ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പരാജയപ്പെടുകയാണ്. അതിനുശേഷം പിന്നെ 47 വരെ കാര്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളും ഉണ്ടാകുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഔന്നത്യത്തിൽ അദ്ദേഹം നിൽക്കുന്ന സമയം ലേറ്റ് 1930s ആണ്. ആ സമയത്ത് കോൺഗ്രസിനുള്ളിൽ പോലും ഗാന്ധിജിയുടെ ഐഡിയോളജിയേക്കാൾ കൂടുതൽ സ്വീകാര്യത സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐഡിയോളജിക്കായിരുന്നു എന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്? നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാകണം. ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് ശ്രമിച്ചു. വർക്കിംഗ് കമ്മിറ്റിയെ പുനർസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗാന്ധിജിക്ക് ആരെയാണോ നോമിനേറ്റ് ചെയ്യേണ്ടത് അവരെ നോമിനേറ്റ് ചെയ്യൂ എന്ന് ഗാന്ധിജിയോട് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിസ്സഹകരണമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം നെഹ്റുവിനെ സ്വാധീനിച്ചതിന് ശേഷം നെഹ്റുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഗാന്ധിജിയോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറയൂ എന്ന് പറയുന്ന സമയത്ത് പോലും ഗാന്ധിജിയുടെ ഭാഗത്തു നിന്ന് നിസ്സഹകരണം ഉണ്ടാകുന്നു. പിന്നീട് ഈ നിസ്സഹകരണം വളർന്നാണ് ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നതിനും പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കുന്നതിനുമൊക്കെ സുഭാഷ് ചന്ദ്രബോസ് നിർബന്ധിതനാകുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആരാകണം രാജാവ് എന്ന രീതിയിലത്തേക്ക് തീരുമാനിക്കാനുള്ള ഒരു കിങ് മേക്കറായിട്ട് ഇലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷം പോലും മഹാത്മാഗാന്ധി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണം വഴി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പിന്നീടുണ്ടായിരുന്ന അതിലേക്ക് വരുന്ന ആൾക്കാരിലുണ്ടായിരുന്ന സ്വാധീനം വഴി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ രാജ്യം സ്വതന്ത്രയാകുന്ന സമയത്തേക്ക് ഇവിടെ ആരാണ് പ്രധാനമന്ത്രിയാകുക എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയുണ്ടാകുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 11-8 PCCകൾ അന്ന് പിന്തുണച്ചിരുന്നത് സർദാർ പട്ടേലിനെയാണ്. പക്ഷേ സർദാർ പട്ടേൽ അല്ല, നെഹ്റു അവിടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തും അദ്ദേഹം ഒരു കിങ് മേക്കറായി മാറുന്ന ഒരു രീതി കണ്ടു. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് തനിക്കുള്ള ഒരു പവർ, തനിക്കുള്ള ഒരു കൺട്രോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നോമിനേറ്റ് ചെയ്തിട്ട് ഒരാളിനെ കൊണ്ടുവരാനായിട്ട് ഒരാൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആളിനെയാണ് നമ്മൾ കിങ് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ഇത്തരത്തിലുള്ള ഫോർ ഫ്രണ്ടിലേക്ക് വന്നിട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് ശ്രമിക്കുകയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു കിങ് മേക്കർ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി സൂപ്പർ ഹ്യൂമൻ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പല പൊസിഷനുകളുമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹിപ്പോക്രറ്റിക് എന്ന് പറയാവുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ വ്യാപകമായിട്ട് വിമർശിക്കപ്പെട്ട ഒരുപാട് നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ BR അംബേദ്കർ ആയിരുന്നത് എന്നാലോചിച്ച് നോക്കുക. ഗാന്ധിജിയുടെ പല നയങ്ങളും നിലപാടുകളും ഹിപ്പോക്രറ്റിക്കലാണ് എന്ന് തുറന്നു പറഞ്ഞ നേതാവാണ് BR അംബേദ്കർ. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ സംവരണത്തിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണോ വേണ്ടയോ എന്ന ചർച്ച പോലും ഒരു വലിയ തർക്കമായി മാറുന്നു. അവസാനം പൂന പാക്റ്റ് ഒക്കെ ഉണ്ടാകുന്നു, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളത് വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നു. അത് ഡൊണാൾഡ് റാംസേയുടെ ഐഡിയ ആയിട്ടൊക്കെ വന്നിരുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ആ കാര്യമെല്ലാം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. അവസാനം പൂന പാക്റ്റ് ഒപ്പിടുന്ന സമയത്ത് പോലും BR അംബേദ്കർക്ക് അതിനോട് പൂർണ്ണ തൃപ്തിയില്ലാതെ അദ്ദേഹം ഒരു സമവായത്തിന് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് അദ്ദേഹം വരുന്ന രീതിയിലത്തേക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ജനറൽ ഡയറോട് ക്ഷമിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. പക്ഷേ ഉധം സിംഗിനോട് അല്ലെങ്കിൽ അതിന് അവഞ്ച് ചെയ്യണമെന്ന തീരുമാനമെടുക്കുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. ഉധം സിംഗിനോടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനെ അവഞ്ച് ചെയ്യണമെന്ന തീരുമാനമുള്ള പല ആൾക്കാരോട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗത് സിംഗിനോട് അദ്ദേഹം ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്? ഭഗത് സിംഗിനെ പറ്റി അദ്ദേഹം പിന്നീട് പറയുന്നത് പോലും മിസ്ഗൈഡഡ് സോൾ എന്ന രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തെറ്റായിരുന്നു, അദ്ദേഹം മിസ്ഗൈഡഡ് ആയിരുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? അഹിംസാവാദി ആയിരുന്നില്ല എന്നതിൻ്റെ പേരിൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശസ്നേഹി മിസ്ഗൈഡഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്ന രീതിയിലത്തേക്ക് വരുന്നു. പിന്നീട് കുറേ ഹിപ്പോക്രാറ്റിക്കൽ പൊസിഷനുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മെഡിസിൻ ആവശ്യമായി വരുന്ന സമയത്ത് അതല്ല തൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അദ്ദേഹം എതിർക്കുന്നു. പിന്നീട് കസ്തൂർബ മരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ തൻ്റെ സ്വന്തം കേസിൽ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് മെഡിസിൻ സ്വീകരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ ഒരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപക്ഷെ നമ്മൾ ഒരു കാലത്തും ഒരു നേതാവുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള സെലിബസി എക്സ്പെരിമെൻ്റ് ഉണ്ട്. തൻ്റെ ബ്രഹ്മചര്യം എത്രത്തോളം ശക്തമാണ് എന്ന് പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം യുവതികളോടൊപ്പം, സ്ത്രീകളോടൊപ്പം അദ്ദേഹം കുളിക്കുക തുടങ്ങി കുറേയധികം പരിപാടികൾ ചെയ്തിരുന്നതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ മറ്റേതെങ്കിലും ഒരു നേതാവ്, പിൽക്കാലത്ത് വന്നിരിക്കുന്ന നേതാവായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിക്കോട്ടെ, എത്ര സെയിൻറ്റിലേക്ക് ഫിഗർ ആണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം നല്ലതാണോ അല്ലയോ? അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന പരശുരാം എന്ന് പറയുന്ന മലയാളി പോലും അദ്ദേഹത്തിൻ്റെ ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ കാരണം മഹാത്മാഗാന്ധി ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് തനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഇനി അങ്ങേയറ്റം നമ്മൾ എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാരെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി ശ്രമിക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം ആഫ്രിക്കയിലും മറ്റും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളായിരുന്നു. ഇപ്പോൾ ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഫ്രിക്കക്കാരെ കാഫിറുകൾ എന്ന് വിളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഫിർ എന്ന പേരിലുള്ള ഒരു പരാമർശമുണ്ട്. അത് തന്നെയുമല്ല, ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ, ബ്ലാക്ക് ആഫ്രിക്കൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഇൻഫൈനൈറ്റ്ലി അവരെക്കാൾ സുപ്പീരിയർ ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ആര്യൻ സുപ്രീമസി അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് നമുക്കറിയാം. ലോകം അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു പരിണിത ഫലം ഒരുപക്ഷെ ഘാന പോലെയുള്ള ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രസിഡൻ്റ് ആയിരുന്ന പ്രണബ് മുഖർജി അവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു യൂണിവേഴ്സിറ്റി ഓഫ് ഘാനയിൽ അവർ അനാച്ഛാദനം ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ തന്നെ ആദ്യകാല റൈറ്റിങ്സ് എടുത്ത് വെച്ചതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ ഇന്ത്യക്കാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫീരിയർ ആണ് എന്ന രീതിയിലത്തെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവിടെ ആദരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുകയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് റേസിസത്തിനെ പറ്റിയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട്. പിന്നീട് അതിനുശേഷം അത് അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ രാജ്യം ഭരണകൂടം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ബേസിക്കലി ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മാപ്പിള കലാപം, ഇവിടുത്തെ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ അദ്ദേഹം വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തിരുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഖിലാഫത്തിനെ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. അവർ ഫൈറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നെങ്കിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്നത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവരെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ പിൽക്കാലത്ത് 1970-കളിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ്, ഉമാശങ്കർ ദീക്ഷിത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള CK ചന്ദ്രപ്പൻ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉമാശങ്കർ ദീക്ഷിത് പറയുകയാണ്, മലബാർ കലാപം എന്ന് പറയുന്നതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തിനെ സ്വതന്ത്രമാക്കാനായിരുന്നു അവരുടെ പരിശ്രമം എന്നുള്ളതാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് പിൽക്കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിന് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മഹാത്മാഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് തെറ്റുപറ്റിയതായിട്ട് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ഓറ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ആരാധനയെ മാറ്റിവെച്ചിട്ട് പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഏതെങ്കിലും സ്ഥാനത്ത് വന്നോ എന്നുള്ളതല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ്, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ, ഒരുപാട് ഫോൾട്ടുകളുള്ള, ഒരുപാട് ഇത്തരത്തിലുള്ള ഹിപ്പോക്രറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു പൊളിറ്റീഷ്യൻ മാത്രമായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പക്ഷേ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടർ നൽകാനായിട്ട് ശ്രമിച്ചിരുന്നത് ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിമാനുഷനല്ല, മറിച്ച് അദ്ദേഹം ഒരു കിങ് മേക്കറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനെ ഞാൻ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ട്, താങ്കൾ ചോദിച്ച ആ ചോദ്യം, ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു ഗോഡ്സെ എന്ന കാര്യത്തിനെ പറ്റി നമുക്കറിയാം. ഇപ്പോൾ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നമുക്കറിയാം. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ എതിർത്തിരുന്നത്, ഇപ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെയൊക്കെ തന്നെ അദ്ദേഹം തിരുത്തുന്നതെന്ന്. ഇവിടെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് സന്ദീപ് വാര്യർക്ക് നല്ല എല്ലാവർക്കും ബൈൻഡിങ് ആണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഗാന്ധിവധം ഉണ്ടായതിനു ശേഷം RSSൻ്റെ ഗോൾവൾക്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, RSS രാജ്യത്ത് നിരോധിക്കപ്പെടുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം RSSൻ്റെ നിരോധനം മാറ്റുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഗാന്ധിവധത്തിൽ RSSന് പങ്കുണ്ടായിരുന്നുവെങ്കിൽ ആ സംഘടനയുടെ നിരോധനം മാറ്റുകയില്ലായിരുന്നു. മറിച്ച് നിരോധനം മാറ്റുക മാത്രമല്ല, RSSലുള്ള ആൾക്കാർക്ക്, RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ, അതുകൊണ്ട് RSSലുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്ന മട്ടിൽ കോൺഗ്രസ്സുകാരൊരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്.
അതാണ് അതിൻ്റെ തമാശ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ സാമൂഹ്യ കാഴ്ചപ്പാട് എന്തുമായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന രീതിയിലേക്ക് പിൽക്കാലത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു വസ്തുത. 2, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളല്ല. അന്നേ ഈ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കോടതി ഇത് പരിഗണിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഗോൾവൽക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ അവിടെ വെറുതെ വിടുന്നുണ്ട്. ആ വെറുതെ വിടുന്നത് എന്തിൻ്റെ പേരിലാണ്? ആ വെറുതെ വിടുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം കപൂർ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കപൂർ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ പോലും എന്തായിരുന്നു? കപൂർ കമ്മീഷന് 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ പോലും RSSുമായിട്ടുള്ള ബന്ധത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. RSSനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അങ്ങനെ RSSന് ഇതിലൊരു കൈയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കോടതി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള കമ്മീഷൻ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയും സർക്കാരുമായിക്കോട്ടെ RSSനെ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പിന്നെ തന്നെയുമല്ല, അന്നുണ്ടായിരുന്ന പല RSS നേതാക്കന്മാരുടെയും പ്രതികരണം, ഉദാഹരണത്തിന് ഗോൾവൽക്കറുടെ തന്നെ പ്രതികരണം ഏത് രീതിയിലത്തേക്കാണ് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതായത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നപ്പോൾ പോലും ഗോൾവൽക്കർ പറഞ്ഞിരുന്നത് പോലും എ ട്രാജഡി ഓഫ് അൺപാരലൽഡ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് ഗാന്ധി വധത്തിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന് കത്തയക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അന്ന് സർദാർ പട്ടേലിന് കത്തയക്കുന്നുണ്ട്. ഈ കത്തുകളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെ ഒന്നാക്കി ഒരു ഒറ്റ സ്ട്രിങ്ങിലേക്ക് ചേർത്ത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന് അദ്ദേഹത്തിന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പട്ടേലിന് അയച്ചിരിക്കുന്ന കത്തിൽ ഗാന്ധിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഗ്രേറ്റ് യൂണിഫയർ എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് അന്വേഷിക്കപ്പെട്ട ഒരു കേസിൽ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല എന്ന് കണ്ടുകൊണ്ട് ഇവരെ എല്ലാവരെയും തന്നെ വിടുകയും പിന്നീട് ജവഹർലാൽ നെഹ്റു തന്നെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് RSSൻ്റെ ബാൻ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരിക്കുന്ന കമ്മീഷനുകളടക്കം ഇതിൽ RSSന് ഒരു ഹാൻഡ് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വെറുതെ വന്നിട്ട് RSSൻ്റെ പങ്കാണ് എന്ന് പറയുന്നത് അനീതിയാണ്. ഞാൻ പറഞ്ഞത് ഞാനൊരു RSSകാരനല്ല. പക്ഷേ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ്? ചരിത്രപരമായിട്ടുള്ള വസ്തുതയെ ഒരാളിനും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ഗാന്ധി വധത്തിൽ RSSന് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്കുള്ള പുതിയ തെളിവുകൾ ഉണ്ടാകണം. എലമെൻ്ററി ആയിട്ട് എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് എന്തിൻ്റെ പേരിലാണ് അവിടെ ഈ ഹിന്ദു മഹാസഭയും RSSും തമ്മിലൊരു പ്രശ്നമുണ്ടായത് എന്നതാണ്. ഇവർ തമ്മിൽ തെറ്റുന്നത് എപ്പോഴാണ്? ഹിന്ദു മഹാസഭയുടെ താല്പര്യം എന്ന് പറയുന്നത് തന്നെ ഒരു റെവല്യൂഷണറി സീക്രട്ട് സൊസൈറ്റി ഫോം ചെയ്യണം എന്നാണ്. ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് റെവല്യൂഷണറി സീക്രട്ട് സൊസൈറ്റി സ്ഥാപിക്കണം എന്ന് ഹിന്ദു മഹാസഭയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് RSS അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നത്. RSSന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു മഹാസഭയിലേക്ക് ആര് പോകുന്നത്? ഈ ഗോഡ്സെ പോകുന്നത് പോലും. അപ്പോൾ ചരിത്രത്തിനെ അപനിർമ്മിക്കാതിരിക്കുക, ചരിത്ര വായന തെറ്റായതാകാതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തിനെ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റ് എന്താണ്, ആ ഫാക്റ്റിനെ അനലൈസ് ചെയ്ത് പറയുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യവും തെറ്റാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 ദിവസമാണ് RSSൻ്റെ ശാഖ ഗാന്ധി വധത്തിന് ശേഷം ശാഖയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്നത്. ശാഖ ഏതാണ്ട് 13-14 ദിവസം, അതായത് 2 ആഴ്ച സമയം ശാഖ പ്രവർത്തിക്കുന്നതല്ല എന്ന് തീരുമാനിക്കുന്നത് ഗാന്ധി വധത്തിന് ശേഷമാണ്. 1925 RSS സ്ഥാപിതമായതിനു ശേഷം ഒരൊറ്റ ദിവസം ഒരു ശാഖ മുടക്കിയിട്ടില്ല. പക്ഷേ ആ ശാഖ പോലും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പോലും അന്ന് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നിയമപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി വധത്തിൽ RSSന് പങ്കില്ല എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ആ തെളിവുകളില്ല എങ്കിൽ നമ്മൾ പറയുന്നത് വെറും റെറ്ററിക്കായി മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഗാന്ധി വധം നടന്നിട്ട് 77 വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം, 77ാമത് രക്തസാക്ഷിത്വ ദിനം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. എന്തായാലും RSS ആണ് ഗാന്ധി വധത്തിന് പിന്നിലെന്ന് പലരും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് ചരിത്രപരമായിട്ട് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ശ്രീജിത്ത് സാർ വ്യക്തമാക്കിയത്. ഒപ്പം ഗാന്ധി ഒരു സൂപ്പർ ഹ്യൂമൺ അല്ല, എന്തുകൊണ്ടല്ല എന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആളുകൾ തീരുമാനിക്കട്ടെ ഗാന്ധിക്ക് ഇന്നത്തെ കാലത്തും പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.